പോസ്റ്റ് കാർഡുകളിലും വാൾപേപ്പറുകളിലും നിങ്ങൾ കാണുന്നത് തന്നെയാണ് സ്വിറ്റ്സർലൻഡ്. നിറഞ്ഞു തുളുമ്പുന്ന തണുത്ത നീല തടാകങ്ങൾ, തിളങ്ങുന്ന നഗരങ്ങൾ, മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ. എന്നാൽ യഥാർത്ഥ സ്വിറ്റ്സർലൻഡ്, ഹൃദയത്തോട് മന്ത്രിക്കുന്ന സ്വിറ്റ്സർലൻഡ് നഗരങ്ങളിലല്ല ജീവിക്കുന്നത്. അത് കാണാൻ ഗ്രാമങ്ങളിലേക്ക് പോകണം. അവിടെ വേണം നിങ്ങളുടെ മധുവിധു. പ്രിയപ്പെട്ടവർക്കൊപ്പം കൈകോർത്ത് നടക്കാൻ ആ മലഞ്ചെരുവുകൾ പോലെ മറ്റൊന്നും ലോകത്തില്ല. താഴ്വരകൾക്കും ഹിമാനികൾ ഉരുകി വരുന്ന വെള്ളച്ചാട്ടങ്ങൾക്കുമിടയിൽ കാലം നിശ്ചലമായി പോയ ചെറിയ ഇടങ്ങൾ. അവിടെ പള്ളിമണികളുടെ മുഴക്കമുണ്ടാകും. വീടുകൾക്ക് പൈൻമരത്തിൻ്റെ ഗന്ധവും. സമയം നാണം കുണുങ്ങിയായ നദി പോലെ ഒഴുകുന്നു. ഈ യാത്ര ഗ്രാമീണ സ്വിറ്റ്സർലാൻഡിലൂടെയാണ്. 7 ദിവസങ്ങൾ, 7 ഗ്രാമങ്ങൾ, നിശബ്ദതയുടെയും തണുത്ത ശുദ്ധവായുവിൻ്റെയും പ്രണയത്തിൻ്റെയും 7 വ്യത്യസ്ത മുഖങ്ങൾ. ആധുനിക ലോകം മറന്നുപോയ സുന്ദരവും നിശബ്ദവുമായ ഒരിടത്തു നിന്നാണ് പ്രിയപ്പെട്ടവരുടെ കൈയും പിടിച്ച് നിങ്ങൾ യാത്ര തുടങ്ങുന്നത്. GPS പോലും കണ്ടെത്താൻ മടിയുള്ള ഒരിടം. കാഡിയ. വൽമുസ്തൈർ താഴ്വരയ്ക്ക് മുകളിലെ ചെരുവിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഗ്രാമം. നിങ്ങൾ അവിടേക്ക് എത്തുന്ന നിമിഷം മുതൽ ഗ്രാമം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചിരിക്കുന്നതായി തോന്നും. നിങ്ങൾ അവളെ പെണ്ണ് കാണാനെത്തിയ പോലെ. ചുവരുകളിൽ ആൽപൈൻ ചിത്രങ്ങളുള്ള കൽവീടുകൾ, ജെറേനിയം ചെടികൾ നിറഞ്ഞ മരബാൽക്കണികൾ, കാലത്തിന് പോലും വേഗത്തിൽ ഓടാൻ കഴിയാത്തത്ര ഇടുങ്ങിയ കല്ലുപാകിയ നടപ്പാതകൾ.
ഇവിടെ ഹണിമൂൺ ആഘോഷിക്കുന്നത് സ്വപ്നത്തിൽ ജീവിക്കും പോലെയാണ്. നിങ്ങളുടെ പ്രണയത്തിന് കൂടുതൽ പഴക്കം തോന്നും. ഒരു കാലത്ത് ഇടയന്മാർ റാന്തലുകളുമായി നടന്ന ഇടവഴികളിലൂടെ നിങ്ങൾ കൈകോർത്ത് നടക്കും. ഓരോ കോണും ഒരു ഓർമ്മ പോലെ തോന്നുന്നു. പഞ്ഞി നിറച്ച വെളുത്ത തലയിണകൾ പോലെ അകലെ നീണ്ടുകിടക്കുന്ന ആൽപ്സ് പർവ്വതനിരകളിലേക്ക് നോക്കി ഒരു കൽബെഞ്ചിലിരിക്കുമ്പോൾ കവികൾ എന്തിനാണ് ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നതെന്ന് നിങ്ങൾ ഇരുവരും പെട്ടെന്ന് തിരിച്ചറിയും. അത് ലോകം മുഴുവൻ കാണാനല്ല, മറിച്ച് നിങ്ങളുടെ തന്നെ ഉള്ളിൽ എന്തോ ഒന്ന് മാറുന്നത് അനുഭവിക്കാൻ. ഗാർഡിയയിൽ പ്രണയം സൃഷ്ടിക്കപ്പെടുന്നില്ല, ഉള്ളിലുള്ളത് കണ്ടെത്തുകയാണ്. രണ്ടാം ദിവസം രാവിലെ റോഡ് കാടുകളിലൂടെ വളഞ്ഞു പൊളഞ്ഞ് സോണൻബർഗ് ഗ്രാമത്തിലെത്തുന്നു. സൂര്യന്റെ പർവ്വതം എന്നാണ് സോണൻബർഗിനർത്ഥം. സ്വിറ്റ്സർലൻഡിൽ പർവ്വതങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യവെളിച്ചത്തിന് ഏറ്റവും മനോഹാരിതയുള്ളത് സോണൻബർഗിലാണ്. മൃദുവായ സൂര്യരശ്മികൾ മരത്തിൽ തീർത്ത ഷാലറ്റുകളിൽ പതിക്കും. സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം മേൽക്കൂരകളിൽ നൃത്തമാടും. ഓരോ ജനലും ഒരു ചെറിയ കോസ്മിക് പ്രപഞ്ചം പോലെ തിളങ്ങുന്ന സോണൻബർഗിലെ പുൽത്തകിടികളിൽ പ്രണയിനിയുടെ മടിയിൽ വിശ്രമിച്ച് ഏറെ കഥകൾ പറയാം. നിങ്ങൾ പുൽമേടുകളിലൂടെ സാവധാനം നടക്കുന്നു. പർവ്വതങ്ങളിലെ ഇളം കാറ്റ് മൃദുവായി തഴുകും. ദൂരെ നിന്ന് മണികെട്ടിയ പശുക്കൾ കൂട്ടമായി സൊണാറ്റ സൃഷ്ടിക്കുന്നു. അത് താഴ്വരയ്ക്ക് മുഴുവൻ താളം നൽകുന്നു. വൈകുന്നേരം മലമുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യൂ പോയിന്റിലേക്ക് പോവുക. അവിടെ പർവ്വതങ്ങളെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ പ്രണയിക്കുക. ഒരു രഹസ്യം പോലെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ കൊണ്ടു നടക്കും ഈ സൂര്യാസ്തമയം.
3-ാം ദിവസം സോണൻബർഗിൽ നിന്ന് സ്വിസ് കേബിൾ കാറിൽ മുകളിലേക്ക് പോവുക. അത് ഐസൻഫ്ലോ ഗ്രാമത്തിലെത്തി നിൽക്കും. മലഞ്ചെരുവിൽ കൊത്തിയെടുത്ത ഗ്രാമമാണ് ഐസൻഫ്ലോ. പരുക്കനാണ്, നാടകീയമാണ്, മനോഹരമാണ്. ഇവിടെ പ്രണയം സൗമ്യമല്ല, ശക്തമാണ്. വീടുകൾ മലകളുടെ തുഞ്ച തൊട്ടിപ്പിടിച്ചിരിക്കുന്നു. ഓരോ ബാൽക്കണിയും കൊടുമുടികളുടെ കടലിലേക്ക് നോക്കുന്നു. ദൂരെ നിന്ന് വെള്ളച്ചാട്ടങ്ങൾ നീളമുള്ള വെള്ളി റിബണുകൾ പോലെ താഴേക്ക് പതിക്കുന്നു. ഗ്രാമത്തിലെ മരം കൊണ്ട് പണിത സത്രത്തിലേക്ക് നടക്കുക. കാറ്റ് കടന്നു പോകുമ്പോൾ ജനലുകൾ സിംഫണി സൃഷ്ടിക്കുന്നു. സ്വിറ്റ്സർലാൻഡിലെ ജനലുകൾ എങ്ങനെയാണ് ഇത്ര മനോഹരമായി പാടുന്നതെന്ന് ഇന്നും ലോകത്തിനറിയില്ല. ഒരു വൃദ്ധ നിങ്ങളെ നോക്കി ചിരിക്കും. നിങ്ങളുടെ പ്രണയകഥകളെല്ലാം അവർക്കറിയാവുന്നതുപോലെ. മേഘങ്ങൾ നിങ്ങളുടെ കാൽ കീഴിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ മലഞ്ചെരുവിലെ ഒറ്റയടി പാതയിലൂടെ നടക്കുക. പരസ്പരം താങ്ങായി കിതപ്പാറ്റുക. ഇന്നത്തെ രാത്രി ഐസൻഫ്ലോയിലാണ്. ഇവിടെ ഇരുട്ട് ശൂന്യമല്ല, നക്ഷത്രങ്ങൾ നിറഞ്ഞ പുതപ്പാണ്. വർഷങ്ങളായി നിങ്ങൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും വാഗ്ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു രാത്രിയാണിത്. നാലാം ദിവസം താഴ്വര ഗ്രാമമായ മൂവത്താലിലേക്ക് വണ്ടി ഓടിച്ചെത്തുക. ഇത് ഐതിഹ്യങ്ങളുടെ, മുത്തശ്ശി കഥകളുടെ, നാടോടി പാട്ടുകളുടെ സ്വിറ്റ്സർലാൻഡാണ്. ഇവിടെ ഒരു ചെറിയ ചീസ് ഹട്ട് സന്ദർശിക്കാം. ഒരു തുണ്ട് പ്രണയം ചുണ്ടിൽ അലിഞ്ഞു പോകുന്നത് അറിയാം. ഇടയന്മാർ അവിടെ അവരുടെ ഏറ്റവും മികച്ച സ്വിസ് പശുക്കളെ പരിചയപ്പെടുത്തും. പ്രണയം ചേർത്ത് ചീസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അവർ പഠിപ്പിക്കും. മൂത്ത നദിയോരത്ത് വിശേഷങ്ങൾ പറഞ്ഞു നടക്കുക. തെളിഞ്ഞ വെള്ളം, ചുറ്റും കന്യാവനങ്ങളാണ്. നദീതീരത്ത് പരസ്പരം കണ്ണിൽ നോക്കിയിരിക്കുമ്പോൾ മൗനം സംസാരിക്കും. 5-ാം ദിവസം സ്വിറ്റ്സർലാൻഡിൻ്റെ പേരുകേട്ട സുഖവാസ കേന്ദ്രമായ ഗ്രൻഡൽവാൾഡിൻ്റെ ഗ്രാമീണ പൊറദീസ വലേസ് ഗ്രാമമായ ഗാംപെലിലേക്കാണ് യാത്ര. ഗ്രാമത്തിലെ ചെറിയ ബേക്കറികളിൽ നിന്നും പൊങ്ങുന്ന ചൂടുള്ള റൊട്ടിയുടെ മണമാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുക. ഈ ഗ്രാമം രസിപ്പിക്കുകയല്ല, അത് നിങ്ങളെ ആശ്ലേഷിക്കും. വെള്ളിച്ചെടികൾ, ചുവരുകളിൽ പടർന്നു കയറിയ ചെറിയ വഴികൾ, മരവേലികൾക്കുള്ളിലെ പൂന്തോട്ടങ്ങൾ.
ഗാംബലിലെ തോട്ടങ്ങളിൽ ആപ്രിക്കോട്ട് പഴങ്ങൾ വിളഞ്ഞ് പഴുത്ത് കിടക്കുന്നുണ്ടാകും. ചെറിയ തുക നൽകിയാൽ ആപ്രിക്കോട്ട് പിക്കിങ്ങിന് അവർ നിങ്ങളെ അനുവദിക്കും. കയ്യിൽ കൊള്ളാവുന്ന അത്രയും പറിച്ചു കഴിക്കാം. മധുരം നിങ്ങളുടെ പ്രിയപ്പെട്ടയാളുടെ വിരലുകളിലൂടെ ഇറ്റുവീഴുന്നതിനേക്കാൾ റൊമാൻറ്റിക്കായി വേറെന്തുണ്ട്? നിങ്ങൾ മനസ്സ് നിറഞ്ഞ് ചിരിക്കും. ചിരിയുള്ളിടത്ത് സ്നേഹം വളരും. സായാഹ്നത്തിൽ ഗാംബലിലെ മുന്തിരിത്തോട്ടങ്ങളിലൂടെ നടക്കാം. താഴ്വര ആംബർ നിറത്തിലുള്ള വെളിച്ചത്തിൽ കുളിച്ചിരിക്കുന്നു. അകലെ ആർട്സ് പിങ്ക് നിറത്തിൽ നാണിക്കുന്നു. നിങ്ങൾ സ്വിറ്റ്സർലൻഡിലാണ്. പക്ഷെ ഒന്നറിയണം, പ്രണയം ഒരു സ്ഥലമല്ല, അതൊരു നിമിഷമാണ്. യൗവനം വീണ്ടെടുക്കപ്പെടുന്ന ഒരു നിമിഷം. ആറാം ദിവസം പ്രണയികളെ, നിങ്ങൾ സ്വിറ്റ്സർലൻഡിലെ തടാകതീര ഗ്രാമമായ മോർക്കോട്ടയിലേക്ക് പോവുക. ഈ ഗ്രാമത്തെ ദ പേൾ ഓഫ് ലേക്ക് ലുഗാനോ എന്നാണ് യാത്രികർ വിശേഷിപ്പിക്കാറ്. സ്വിസ് ശൈലിയേക്കാൾ ഇറ്റാലിയൻ സ്വാധീനമാണ് മോർക്കോട്ടയിൽ. ഊഷ്മളമായ ലുഗാനോ തടാകത്തിൻ്റെ മൃദുവായ മർമരങ്ങൾ കൽപ്പടവുകളെ തഴുകുന്നു. പുരാതന വിളക്കുകൾക്കും പഴയ വൈൻ ഷോപ്പുകൾക്കും അരികിലൂടെ ആർച്ചുകളുള്ള നടപ്പാതയിലൂടെ നടക്കുമ്പോൾ വായുവിന് തടാകത്തിലെ ജലത്തിൻ്റെയും നാരകപ്പൂക്കളുടെയും ചൂടുള്ള കല്ലുകളുടെയും ഗന്ധമാണ്. സാന്റാ മരിയ ഡെൽ സാസോയിലുള്ള മധ്യകാല പള്ളിയിലേക്ക്, ഗ്രാമത്തിന് മുകളിലേക്ക് നടക്കുക. പടിക്കെട്ടുകൾ നീളമുള്ളതും ക്ഷീണിപ്പിക്കുന്നതുമാണ്. എന്നാൽ മുകളിലെത്തുമ്പോൾ തടാകം ഒരു ചിത്രത്തിലെന്ന പോലെ പരന്നു കിടക്കുന്നത് നിങ്ങൾ കാണും. ബോട്ടുകൾ നിശബ്ദമായി നീങ്ങുന്നു. ഓറഞ്ച് മേൽക്കൂരയ്ക്ക് പിന്നിൽ സൂര്യൻ തിളങ്ങുന്നു. തടാകത്തിൻ്റെ തോളിൽ വിശ്രമിക്കുന്ന കാമുകിയെ പോലെയാണ് മോർക്കോട്ടെ ഗ്രാമം. നിങ്ങളുടെ പ്രണയം ചില പ്രതിജ്ഞകൾ എടുക്കുന്നത് ഇവിടെയാകണം. മനുഷ്യനൊരു മോണോഗാമസ് സ്പീഷീസ് ആണെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണിത്. ജീവിതകാലം മുഴുവൻ ഒരൊറ്റ ഇണയെ മാത്രം പ്രണയിക്കുന്ന സ്പീഷീസ്. അവസാന ദിവസം ചിത്രകഥാ പുസ്തകത്തിലെ ഗ്രാമം പോലെ തോന്നുന്ന ഗ്രൂയേഴ്സിലേക്കാണ് യാത്ര. കല്ലുവാകിയ തെരുവ് നിറയെ പഴയ ചീമകളിലൂടെ വെള്ളമൊഴുകുന്നു. ഗ്രൂയേഴ്സിലൊരു കോട്ടയുണ്ട്. വായുവിൽ ശാന്തത മാത്രം. ഇനിയാണ് യാത്രയിലെ ഏറ്റവും റൊമാൻറ്റിക് നിമിഷം. ഗ്രാമത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു ബെഞ്ച്. ഇവിടെ ഒരുമിച്ചിരുന്ന് ചൂടുള്ള സ്വിസ് ചോക്ലേറ്റ് പങ്കിടുക. പക്ഷികൾ താഴ്ന്നു പറക്കുന്നു. പള്ളിമണികൾ മുഴങ്ങുന്നു. ഗ്രൂയേഴ്സ്, നിങ്ങൾ വിട പറയുന്ന ഗ്രാമമല്ല, ഞങ്ങൾ തിരിച്ചു വരും വരെ കാത്തിരിക്കുക എന്ന് മന്ത്രിക്കുന്ന ഗ്രാമമാണ്. 7 ദിവസങ്ങൾക്ക് ശേഷം, 7 ഗ്രാമങ്ങൾക്ക് ശേഷം ഇണകൾ അപ്രതീക്ഷിതമായ ഒന്ന് തിരിച്ചറിയുന്നു. സ്വിറ്റ്സർലൻഡിൻ്റെ സൗന്ദര്യം പർവ്വതങ്ങളോ തടാകങ്ങളോ മഞ്ഞോ അല്ല, ഇവയ്ക്കിടയിൽ മറഞ്ഞിരിക്കുന്ന ഗ്രാമങ്ങളാണ്. ഈ ഗ്രാമങ്ങളിൽ പ്രണയം വളരാൻ നാം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ദീർഘമായി ശ്വസിച്ച് പുൽത്തകിടികളിലൂടെ നടന്നാൽ മാത്രം മതി. യാത്ര എല്ലായ്പ്പോഴും പുതിയ കാര്യങ്ങൾ കാണുന്നതിനെക്കുറിച്ചല്ല, പുതിയ ആളുകളായി മാറുന്നതിനെക്കുറിച്ചുമാണ്. നന്ദി.